ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയുടെ സർവാധികാരി RBI ആണ്. പല ബാങ്കുകളുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും RBIയുടെ നടപടികൾ കാരണമാകാറുമുണ്ട്. RBI ആത്യന്തികമായി കസ്റ്റമേഴ്സിന്റെ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് കൊണ്ടാണിത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ബാങ്കുകളും RBIയും തമ്മിൽ കൊമ്പ് കോർക്കുന്നത് സാധാരണയുമാണ്. പേടിഎം, IIFL, ബജാജ് ഫിനാൻസ്, ബാങ്ക് ഓഫ് ബറോഡ, HDFC തുടങ്ങിയ പല ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിലും RBIയുടെ ഇടപെടൽ ഉണ്ടായതും അതിനെ തുടർന്നുണ്ടായ ഈ കമ്പനികളുടെ ഓഹരികളുടെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. ഈ ഒരു ലിസ്റ്റിലേക്ക് ഏറ്റവും പുതിയ അപ്ഡേഷനാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന് മേലുള്ള RBIയുടെ നടപടി. ബാങ്കിനോട് ഓൺലൈൻ മൊബൈൽ ബാങ്കിംഗ് ചാനലുകൾ വഴി പുതിയ ഉപഭോക്താക്കളെ ആഡ് ചെയ്യുന്നത് നിർത്താൻ ആവശ്യപ്പെടുകയും ഒപ്പം പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നും തടയുകയും ചെയ്തിട്ടുണ്ട്. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 35A പ്രകാരമാണ് ഈ നടപടി. 2022-23 വർഷങ്ങളിലെ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ RBIയുടെ IT വിംഗ് പരിശോധനയിൽ കാര്യമായ ആശങ്കകൾ ഉയരുകയും ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് പരാജയപ്പെടുകയും ചെയ്തു. RBIയുടെ 2022-2023 കറക്റ്റീവ് ആക്ഷൻ പ്ലാനുകളിലെ പല നിർദ്ദേശങ്ങളുമായി ബാങ്കിന്റെ നടപടികൾ പൊരുത്തപ്പെടുന്നില്ല എന്നും RBI ചൂണ്ടിക്കാട്ടി. മൊബൈൽ ബാങ്കിംഗ് ജനപ്രിയമാകുന്ന കാലഘട്ടത്തിൽ ശക്തമായ IT ഇൻഫ്രാസ്ട്രക്ചറിന്റെയും റിസ്ക് മാനേജ്മെന്റ് ഫ്രെയിംവർക്കിന്റെ അഭാവത്തിൽ ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സിസ്റ്റത്തിനും അതിന്റെ ഓൺലൈൻ ഡിജിറ്റൽ ബാങ്കിംഗ് ചാനലുകൾക്കും കഴിഞ്ഞ 2 വർഷമായി ഇടയ്ക്കിടെയും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുകയും കസ്റ്റമേഴ്സിനെ ബാധിക്കുകയും ചെയ്തതായി RBI കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് സേവനം തുടർന്നും നൽകുമെന്ന് RBI അറിയിച്ചു. ഇതുവരെ സാധാരണ നടപടിക്രമങ്ങൾ. എന്നാൽ RBIയും കൊട്ടക് ബാങ്കും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. 1985 കൊട്ടക് ഒരു NBFC ആയി ആരംഭിച്ചതു മുതൽ ഉദയ് കൊട്ടക്കാണ് ഗ്രൂപ്പിന്റെ CEO. 2001 NBFCകളെ ബാങ്കുകളാക്കി മാറ്റാൻ RBI അനുവദിച്ചപ്പോൾ ഉദയ് കൊട്ടക് അവസരം ഉപയോഗപ്പെടുത്തി ബാങ്കിംഗ് ലൈസൻസിന് അപേക്ഷിക്കുകയും 2003 കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആദ്യമായി NBFCയിൽ നിന്നും ബാങ്കായി മാറുന്ന സ്ഥാപനവുമായി മാറി. ആ സമയത്ത് നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുവാൻ ബാങ്കിന്റെ പെയ്ഡപ്പ് മൂലധനത്തിന്റെ 49% 5 വർഷത്തേക്ക് കൈവശം വയ്ക്കാൻ RBI പ്രൊമോട്ടർമാരോട് ആവശ്യപ്പെട്ടു. അതായത് പ്രൊമോട്ടർമാർ ബാങ്കിലെ നിക്ഷേപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടത്തിയാൽ അത് അവരെയും ദോഷകരമായി ബാധിക്കും എന്ന് സാരം. ഉദയ് കൊട്ടക്കും ഇത് പിന്തുടർന്നിരുന്നു. വാസ്തവത്തിൽ RBI അനുശാസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഷെയർ അദ്ദേഹം കൈവശം വെച്ചിരുന്നു. തുടർന്ന് 2005 ഫെബ്രുവരി 28 RBI സ്വകാര്യ മേഖലാ ബാങ്കുകളിലെ ഉടമസ്ഥതയും ഭരണവും സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഈ നയമനുസരിച്ച് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സിംഗിൾ എൻറ്റിറ്റിക്കോ ആ സ്ഥാപനത്തിന്റെ 10% കൂടുതൽ ഓണർഷിപ്പും കൺട്രോളും ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ ഉദയ് കൊട്ടക്ക് ഈ നിർദ്ദേശം പാലിച്ചില്ല. തുടർന്ന് 2008 RBI കൊട്ടക് മഹീന്ദ്ര ബാങ്കിന് ഒരു കത്തെഴുതി. 5 വർഷം കഴിഞ്ഞിട്ടും ബാങ്ക് നിർദ്ദേശിച്ച പ്രകാരം ഷെയർ ഹോൾഡിംഗ് 49% കുറച്ചിട്ടില്ല എന്നും പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് എങ്ങനെ 10% കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു റോഡ് മാപ്പ് നൽകാനും ബാങ്കിനോട് ആവശ്യപ്പെട്ടു. കൊട്ടക് ബാങ്ക് ഈ കത്തിനോട് പ്രതികരിച്ചത് ബാങ്കിംഗ് ലൈസൻസ് ലഭിക്കുമ്പോൾ പ്രൊമോട്ടർമാർ കുറഞ്ഞത് 49% കൈവശം വെക്കണം എന്നതായിരുന്നു ഏക നിയമമെന്നും പരമാവധി ഷെയർ ഹോൾഡിംഗിനെ സംബന്ധിച്ച നിയമത്തിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. ഇതിനുശേഷം 2008-2018 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 35ഓളം കത്തിടപാടുകൾ സെൻട്രൽ ബാങ്കും കൊട്ടക് ബാങ്കും തമ്മിൽ നടന്നു. ഒടുവിൽ 2018 കൊട്ടക് ബാങ്ക് ബോംബെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതുവരെ കാര്യങ്ങൾ ചെന്നെത്തി. കേസ് ഫയൽ ചെയ്തപ്പോൾ RBIയും ശക്തമായി തന്നെ പ്രതികരിച്ചു. ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് RBI ചൂണ്ടിക്കാട്ടി. പ്രൊമോട്ടർമാർക്കിടയിലുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കാണിക്കുമ്പോൾ ബാങ്ക് വിവരങ്ങൾ സമർത്ഥമായി മറച്ചുവെച്ചു എന്ന് കൂടി RBI കോടതിയിൽ പറഞ്ഞു. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് യഥാർത്ഥത്തിൽ അതിന്റെ പേരിന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഗ്രൂപ്പ് തലവനായ ആനന്ദ് മഹീന്ദ്രയോടും കടപ്പെട്ടിരിക്കുന്നു. 1986 ആനന്ദ് മഹീന്ദ്രയും ഹരീഷ് മഹീന്ദ്രയും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് കൊട്ടക് ഫിനാൻസ് കൊട്ടക് മഹീന്ദ്ര ഫിനാൻസ് ആയി പുനർനാമകരണം ചെയ്തത്. ബാങ്കിലും അദ്ദേഹം പ്രൊമോട്ടറായിരുന്നു. എന്നാൽ ബാങ്കിന്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 49% കുറയ്ക്കാൻ RBI ആവശ്യപ്പെട്ടപ്പോൾ
കൊട്ടക് മഹീന്ദ്ര ബാങ്ക് 2009 ആനന്ദ് മഹീന്ദ്രയെയും കുടുംബത്തെയും പ്രൊമോട്ടർ ആയിരുന്നു എന്നത് ഡീക്ലാസിഫൈ ചെയ്തു. മഹീന്ദ്ര തന്റെ ഓഹരികൾ ഗണ്യമായി കുറച്ചുവെന്നും ഇനി പ്രൊമോട്ടറായി പരിഗണിക്കാൻ സാധിക്കില്ല എന്നും ബാങ്ക് വാദിച്ചു. അതിനർത്ഥം പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് റെക്കോർഡിക്കലി 48.5% ഇത് RBIയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമാണെന്നും ബാങ്ക് കൂട്ടിച്ചേർത്തു. എന്നാൽ RBI ഈ വാദത്തെ അംഗീകരിച്ചില്ല. ബാങ്ക് യഥാർത്ഥത്തിൽ മഹീന്ദ്ര എന്നത് അതിന്റെ പേരിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ആനന്ദ് മഹീന്ദ്ര നോൺ പ്രൊമോട്ടർ ആകാനുള്ള ഏക മാർഗമെന്നും അവർ പറഞ്ഞു. തുടർന്ന് കേസ് മുന്നോട്ട് പോകവേ 2020 പ്രൊമോട്ടർമാരുടെ വോട്ടിംഗ് റൈറ്റ്സ് 15%, പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് 6 മാസത്തിനുള്ളിൽ 26% കുറയ്ക്കാമെന്നുമുള്ള ധാരണയിൽ ഇരു കൂട്ടരും സെറ്റിൽമെന്റിലെത്തുകയും കൊട്ടക് ബാങ്ക് കേസ് പിൻവലിക്കുകയും ചെയ്തു. മറ്റ് ബാങ്ക് പ്രൊമോട്ടർമാർക്കായി നിശ്ചയിച്ചിരുന്ന 15%-ത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു കൊട്ടക് ബാങ്കിന് അനുവദിച്ച പ്രൊമോട്ടർ ഹോൾഡിംഗ് ലിമിറ്റ്. ചുരുക്കത്തിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ വിജയമായി പൊതുവെ ഇതിനെ വിലയിരുത്തി. ഇത് RBIയും കൊട്ടക് ബാങ്കും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയിലേക്ക് നയിക്കുകയും ചെയ്തു. യെസ് ബാങ്ക് സഹസ്ഥാപകൻ റാണ കപൂറിന്റെ പ്രവർത്തനങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് ബാങ്കിനെ നയിച്ചതിനെ തുടർന്ന് സ്വകാര്യ മേഖലാ ബാങ്കുകളിലെ നേതൃ നിയമനങ്ങളെക്കുറിച്ച് RBIയുടെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി. ഒരു മാനേജിംഗ് ഡയറക്ടറുടെയും സിഇഒയുടെയും പരമാവധി കാലാവധി 15 വർഷത്തേക്ക് പരിമിതപ്പെടുത്തി. ഇതേ തുടർന്ന് 2023 സെപ്റ്റംബറിൽ ഉദയ് കൊട്ടക് ബാങ്കിന്റെ തലപ്പത്ത് നിന്നും പടിയിറങ്ങേണ്ടി വന്നു. എന്നാൽ ഈ നിയമത്തിലും കൊട്ടക് ബാങ്ക് പഴുത് കണ്ടെത്തി. സിഇഒമാരെ റിട്ടയർമെന്റിന് ശേഷം ബോർഡിലേക്ക് നിയമിക്കാമോ എന്നതിനെക്കുറിച്ച് RBIയുടെ നിയമങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. തുടർന്ന് ഉദയ് കൊട്ടക്കിനെ 5 വർഷത്തേക്ക് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ബാങ്ക് പ്രഖ്യാപിച്ചു. ഇതിന് RBIയുടെ അനുമതി ആവശ്യമില്ല. ഇപ്പോൾ വീണ്ടും ഉദയ് കൊട്ടക്കിന്റെ പിൻഗാമിയായി അശോക് വസ്വാനി RBIയുടെ ഈ നടപടിയിൽ നിന്നും എങ്ങനെ കരകയറുന്നു എന്നതാണ് നിക്ഷേപകർ നോക്കിക്കാണുന്നത്. RBIയുടെ നടപടിയെ തുടർന്ന് കൊട്ടക് ബാങ്കിന്റെ ഓഹരികൾ വിപണിയിൽ കനത്ത വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടത്. 52 ആഴ്ചയിലെ താഴ്ന്ന നിലയായ 1602 വരെ ഇടിയുന്ന സ്ഥിതിയും ഉണ്ടായി. 12% ഇടിമാണ് ഇന്നത്തെ വ്യാപാരത്തിൽ ഓഹരി നേരിട്ടത്. ഇതോടെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നെഗറ്റീവ് റിട്ടേൺ നൽകുന്നതിലേക്കും എത്തി. പൊതുവെ ബാങ്കിംഗ് ഓഹരികളിൽ ബുള്ളിഷ് മൊമെന്റം ഉണ്ടായപ്പോൾ പോലും RBIയുടെ നടപടിയിൽ നിക്ഷേപകർ കൊട്ടക് ബാങ്കിനെ കൈയൊഴിയുന്നു എന്നാണ് വിലയിരുത്തുന്നത്. ഒപ്പം മക്വേറി, സിറ്റി അടക്കമുള്ള പല ബ്രോക്കറേജുകളും ഈ നടപടി മൂലം വരുന്ന പാദങ്ങളിൽ കമ്പനിയുടെ മാർജിനെ നെഗറ്റീവായി ബാധിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം നിലവിലെ ബാങ്കിന്റെ വരുമാനത്തിന്റെ മേജർ ഷെയറും വരുന്ന ഡിജിറ്റൽ ചാനലുകൾ വഴിയാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഫൈനാൻഷ്യലി ശക്തവും അണ്ടർ പെർഫോമിംഗുമായ ഓഹരി മുന്നോട്ടും വിൽപ്പനാ സമ്മർദ്ദം നേരിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 2020 ഡിസംബറിൽ HDFCക്കെതിരെ ഇത്തരമൊരു നടപടി RBI സ്വീകരിച്ചിരുന്നു. അതിനെ തുടർന്നുണ്ടായ വിൽപ്പനാ സമ്മർദ്ദത്തിൽ നിന്നും HDFCയുടെ ഓഹരികൾക്ക് കരകയറാൻ 18 മാസമെടുത്തു. കൊട്ടക് ബാങ്കിന്റെ ഓഹരികൾ കരകയറാൻ എത്ര സമയമെടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.